SSLC പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വെട്ടിക്കുറച്ച ദിനബത്ത ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് അധ്യാപക പരിഷത്ത് ആവശ്യപ്പെട്ടു. SSLC മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്ക് 16 ദിവസത്തെയും ദിനബത്തയാണ് അനുവദിക്കാറ്. ഏപ്രിൽ 3 മുതൽ 12 വരെയും 16 മുതൽ 20 വരെയും 2 സ്പെല്ലുകളിലായാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ. ആദ്യ സ്പെല്ലിൽ 7-ാം തീയതി ഞായറാഴ്ചയും 10-ാം തീയതി ഈദുൽ ഫിത്തറുമാണ്. 16 ദിവസത്തെ ദിനബത്ത ഒഴിവാക്കി 14 ദിവസത്തെ ദിനബത്ത അനുവദിച്ചാൽ മതിയെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ. 16 ദിവസത്തെ ദിനബത്തയ്ക്ക് KSR അനുസരിച്ച് അധ്യാപകർക്ക് അർഹതയുണ്ട് എന്നിരിക്കെ ഈ സർക്കാർ 14 ദിവസത്തെ ദിനബത്തയായി അധ്യാപകരുടെ വേതനം കുറച്ചിരിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കടുത്ത വേനലിലും അതേപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളിലുമൊക്കെ വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകർക്കെതിരെ സർക്കാരിൻ്റെ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെടുന്നു. അർഹമായ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാണ് അധ്യാപക പരിഷത്തിന്റെ ആവശ്യം. ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.